സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, മൈത്രേയൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്, അതിൽ വരുമോയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോടത്ത് പറഞ്ഞത് ഇത്തിരി ദേഷ്യത്തോടു കൂടി തന്നെയാണ്. നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയൊക്കെ തള്ളിപ്പറയുന്ന അത്തരത്തിലുള്ള ആളുകളുടെ പ്രോഗ്രാമിലോട്ട് ഞാൻ വരില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ മൈത്രേയനോട് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ പൈതൃകവും സംസ്കാരമൊക്കെ എന്തായിരുന്നു, അതിനെയൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ തള്ളിപ്പറയുന്നത് എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നത്? ആ ഒരു ചോദ്യത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ സംസ്കാരം എന്ന് പറയുന്നത് തരംതിരിച്ച് മനസ്സിലാക്കേണ്ടത്, അത് സിസ്റ്റം എന്ന് നമ്മൾ പറയാറുള്ള ഒരു ഘടനാപരമായ ഒന്നറിയണം. ഞാൻ ലോകത്തിനെ മനസ്സിലാക്കുന്നത് മനുഷ്യർ അവരവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു വിഭജനമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞ മനുഷ്യരുടെ ജീവനെ പറ്റിയൊക്കെ പഠിക്കുന്ന വിഭാഗങ്ങൾ മനുഷ്യരുണ്ടായിട്ട് ഒരു 3 ലക്ഷം വർഷമായി എന്ന് കാണുന്നു. നമ്മൾ ഹോമോസാപ്യൻ സാപ്യൻ എന്ന് പറയുന്ന മനുഷ്യ വിഭാഗം. ഹോമോ എന്ന് പറയുന്ന വിഭാഗം 10-20 ലക്ഷം വർഷമായിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ മനുഷ്യർ എന്ന് നമ്മൾ പറയാറുള്ള മനുഷ്യരെ ഉണ്ടായിട്ട് 3 ലക്ഷം വർഷമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആദ്യകാലത്ത് ഈ പറയുന്ന 3 ലക്ഷം വർഷം എന്ന് പറയുന്നതിനകത്ത് 99% സമയവും നമ്മൾ ഭക്ഷണം തേടി അല്ലെങ്കിൽ നായാടി ശേഖരിച്ച് ജീവിക്കുന്നവരാണ്. മറ്റെല്ലാ ജീവികളെപ്പോലെ എല്ലാ ജീവികളും അങ്ങനെയാണ്. രാവിലെ തന്നെ അവർ ഭക്ഷണം എവിടെ ഉണ്ടെന്ന് അന്വേഷിക്കാൻ തുടങ്ങും. അത് പോയി തിന്നാൻ അവിടേക്ക് പോവുകയോ അല്ലെങ്കിൽ കാത്തിരുന്ന് ഭക്ഷണം ആക്കാൻ പറ്റുന്നതിനെ ഇരയായി പിടിക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതിയിലാണത്. പക്ഷെ അവർ ഭക്ഷണം തേടി ജീവിക്കുന്നവരാണ്. ആ തരത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ കിഴങ്ങുകൾ, പഴങ്ങൾ അതൊക്കെ ശേഖരിക്കുന്നു. അപ്പോൾ കുഴിച്ചൊക്കെ എടുത്ത് ചെറിയ മൃഗങ്ങളെയെല്ലാം ഓടിച്ചിട്ട് പിടിക്കുക. മറ്റേത് ഹണ്ട് ചെയ്യുക എന്ന് നമ്മൾ പറയും, നായാടുക. നമ്മളിപ്പോൾ ആൾക്കാർ രസത്തിന് നായാടാൻ പോകുന്നതല്ല, യഥാർത്ഥത്തിൽ ജീവിക്കാൻ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് നായാടുന്ന ഈ ശേഖരിക്കുക, നായാടുക, ഇങ്ങനെ ചെയ്യുന്നവരെയാണ് ഹണ്ടർ ഗ്യാദറേഴ്സ് എന്ന ഇംഗ്ലീഷിൽ പറയുന്നത്. നായാടി ശേഖരിക്കുന്ന വിഭാഗമായി മനുഷ്യർ ജീവിക്കാൻ തുടങ്ങിയിട്ട് 3 ലക്ഷം വർഷം ജീവിച്ചതിന് ശേഷമാണ് നമ്മൾ കൃഷി ചെയ്യുന്നവരായിട്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ശേഖരിച്ച് തിന്ന വിത്ത് ഒരിടത്ത് കിടക്കുന്ന കണ്ടപ്പോൾ, അതെല്ലാം കൂടെ അവിടെ പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ, ഇത് എങ്ങനെ ഇതെല്ലാം കൂടെ ഒരിടത്ത് ഇങ്ങനെ പിടിച്ചു എന്ന് നമ്മൾ ആലോചിക്കുന്നവരും അത് അവിടുന്ന് പെട്ടെന്ന് ശേഖരിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തി അതിനകത്തു നിന്നാണ് നമ്മൾ ആ വിത്തുകൾ ഇട്ട് വീണ്ടും കിളിപ്പിച്ച് ശേഖരിച്ച് എടുക്കുന്നതിന് പകരം നമ്മളിന്ന് പറയുന്ന കൃഷി സമ്പ്രദായം കണ്ടുപിടിക്കും. അത് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു ഇതുവരെയുള്ള നമ്മുടെ തെളിവുകളും എല്ലാം വെച്ചിട്ടാണ് ഈ പറയുന്ന ഒരു 10,000 വർഷമേ ലോകത്ത് ഭക്ഷണം കൃഷി ചെയ്തുണ്ടാക്കുന്നവരായിട്ടുള്ള മനുഷ്യർ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ ഒരു 200 വർഷമായിട്ടുള്ളൂ
നമ്മൾ ഈ വ്യവസായം എന്ന് നമ്മൾ പറയുന്ന കമ്പനികളൊക്കെ ഉണ്ടാക്കി സാധനങ്ങളൊക്കെ അത്തരത്തിലുണ്ടാക്കിയിട്ട് അതിനോട് ബന്ധപ്പെട്ട് ജീവിതചര്യ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ കൃഷി തന്നെ വ്യവസായമായി മാറിപ്പോയ ഏരിയയുണ്ട്. നമുക്ക് റബ്ബറൊക്കെ നമ്മളിവിടെ നടുന്നത് നമുക്ക് ഉപയോഗിക്കാനോ തിന്നാനൊന്നും ഒക്കത്തില്ല. അതിനെയാണ് നമ്മൾ നാണ്യവിളകൾ എന്ന് പറയും. അപ്പോൾ അത് വ്യവസായമായി മാറിപ്പോയിരിക്കുന്ന കൃഷിയാണ്. അപ്പോൾ ആ നിലവാരത്തിൽ ഈ 3 തിരിവ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം തേടിപ്പോയിരുന്ന ജീവിയായിട്ട് നമ്മൾ കഴിഞ്ഞിരുന്ന കാലം, അതിൻ്റെ ഒരു സംസ്കാരം നോക്കും. കൃഷി ചെയ്യുന്നവർക്ക് കാർഷിക വൃത്തിയായിട്ട് ബന്ധപ്പെട്ട് അത് വ്യത്യസ്തമായ പല കൃഷികളും ചെയ്യുന്നവരുമായി ബന്ധപ്പെട്ട് ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. മറ്റത് വ്യവസായമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ വ്യവസായവുമായി ബന്ധപ്പെട്ട് എന്താണ് വ്യത്യസ്തമായ സംസ്കാരം എന്ന് പറയുന്നത്? ആ വ്യവസായശാലയ്ക്ക് വട്ടം ചുറ്റി നിൽക്കണം. അപ്പോൾ വേറെ സ്ഥലങ്ങളിൽ കൃഷിയൊക്കെ ചെയ്യുന്നിടത്തു നിന്ന് പറിച്ച് നമ്മൾ ഇവിടെ വന്ന് നമ്മൾ താമസിച്ചിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ഈ 3 സംസ്കാരമുള്ള മനുഷ്യരും ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും നമുക്ക് ലോകത്തിലൊക്കെ ഇങ്ങനെ നോക്കിയാൽ കാട്ടിലൊക്കെ ഭക്ഷണം തേടി ജീവിക്കുന്നവരും നായാടി ജീവിക്കുന്നവരും ഇപ്പോഴും ഉണ്ട്. എല്ലാവരും കൂടെ മുഴുവൻ പേരും മനുഷ്യർ ഇവിടെ വ്യവസായികളായി മാറി എന്തെടുത്തിരിക്കുന്നു. മാത്രമല്ല, ഇന്ന് നമ്മൾ കാട്ടിനകത്ത് കഴിയുന്നതിൽ 90% കൃഷി ആരംഭിച്ചിട്ടുള്ളവർ. നമ്മളിപ്പോൾ ആദിവാസികൾ എന്നാണ് നമ്മൾ അവരെല്ലാം വിളിക്കുന്നത്. പണ്ട് കാട്ടാളരെന്നായിരുന്നു വിളിച്ചത്. ആദിവാസികളെന്ന് വിളിക്കുന്ന ആൾക്കാരിലെ 90% കുറേശ്ശെ കൃഷി ആരംഭിച്ചിട്ടുള്ളവരാണ്. പിന്നെ നമ്മൾ പ്രാക് കൃഷി എന്നാണ് പറയുന്നത്. എന്നാൽ കൃഷി തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് അവർക്ക് ജീവിക്കാനായിട്ട് വേണ്ടി മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ സബ്സിസ്റ്റൻസ് എന്ന് പറഞ്ഞ നിലനിൽക്കാൻ വേണ്ടി മാത്രമുള്ള കാർഷിക സമ്പ്രദായം. അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരായിട്ട്. പിന്നെ വ്യവസായം, സമൂഹം. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ ഒന്ന് മനസ്സിലാക്കിയ 3 തരംതിരിവ് ഈ ഭക്ഷണം തേടുക, ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത് പറയുന്ന ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ലോകത്തിനെ മനസ്സിലാക്കുന്നത്. ഇതിൽ നിന്ന് അല്പം ഭിന്നമായിട്ടാണ് കാർമാസ് ഈ വിഷയങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം ആദ്യം പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറയുന്നൊരു തിരിവുണ്ടാക്കി. അത് കഴിഞ്ഞ് അടിമത്തം എന്ന് പറയുന്നൊരു ഇതുണ്ടാക്കി. അത് കഴിഞ്ഞ് ഫ്യൂഡൽ എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് സോഷ്യലിസം എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടാക്കി. വരാൻ പോകുന്നത് എന്നുള്ള നിലവാരത്തിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇങ്ങനൊരു തിരിവിലാണ് അദ്ദേഹം ലോകത്തിനെ മനസ്സിലാക്കാൻ ഉപയോഗിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ഞാൻ എടുക്കാത്തത് എന്ന് ചോദിക്കുന്നത്, അപ്പോൾ അത് ഘട്ടം ഘട്ടമായി മനുഷ്യൻ വികസിച്ചു വന്നതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അതിനെല്ലാം അതിൻ്റെതായ സംസ്കാരം ഉണ്ടെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അത് തെറ്റുമൊന്നുമല്ല. പക്ഷെ നമുക്കറിയുന്നതിനകത്ത് ഇപ്പോഴും അത് ഘട്ടമായി വികസിക്കുമ്പോൾ ഇന്ന് മനുഷ്യർ വ്യാവസായികമായി ജീവിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു, അല്ലെങ്കിൽ കാർഷിക വൃത്തിയിൽ എത്തിച്ചേർന്നു. അപ്പം ഒരു രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏത് ഘട്ടത്തിലാണ് മനുഷ്യർ, ഈ രാജ്യത്തുള്ള ജനങ്ങൾ ജീവിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ കാട്ടിൽ ഹണ്ടർ ഗ്യാദറേഴ്സ് ആയിട്ടുള്ളവരുമുണ്ട്, കൃഷി ആരംഭിച്ചവരുണ്ട്. ആ ആളുകൾക്ക് ഇതുവരെ ഇന്ത്യ ഉണ്ടായെന്നുള്ള കാര്യം അറിഞ്ഞിട്ടേ ഇല്ല. നമ്മൾ ഈ കാട്ടിൽ താമസിക്കുന്നവരടുത്ത് ചോദിച്ചാൽ ഇവിടെ ആരാണ് ഭരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഭരിക്കുന്നതിനെ പറ്റി തന്നെ അറിഞ്ഞുകൂടാത്തവർ ഒത്തിരി പേരുണ്ട്. ഇനി ഭരിക്കുന്നൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാവുന്നവരാണെങ്കിൽ അവർ നേരെ തിരുവിതാംകൂർ പോയി അവിടുത്തെ രാജാവിനെ നോക്കും. അവിടുത്തെ മൂത്ത സഭാ നേതൃത്വത്തിലുള്ള അവിടുത്തെ ഊര് സഭ, അവർ നേരെ പോകുന്നത് ഈ അവർ കേട്ടിട്ടുള്ളൊരു രാജാവ് അവിടെയൊക്കെ ഉണ്ട്, അവരെ കാണാൻ. അവർക്ക് ഈ ഇന്ത്യയോ കേരളമോ നമ്മൾ ഈ പറയുന്ന ഒന്നും ഉണ്ടെന്നൊന്നും അറിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ കഷ്ടിച്ച് കൃഷി ചെയ്യുന്നവർ, നമ്മളിപ്പോൾ തീരപ്രദേശത്ത് താമസിക്കുന്നവർ
ഇപ്പോഴും ഭക്ഷണം ശേഖരിച്ച് ജീവിക്കുന്നവർ. മീനെ പിടിക്കുക എന്ന് പറയുന്നത്, കടലിൽ പോയി മീനെ പിടിക്കുക എന്ന് പറയുന്നത് കൃഷി ചെയ്യുന്നവരല്ല. കടലിലെ മീനുണ്ടാവും, നമ്മളവിടെ പോയി പണ്ട് കാട്ടിൽ കയറി മാനിനെയും മയിലിനെയും പിടിക്കുന്ന യുക്തിക്കകത്താണ് ഇപ്പോഴും നമ്മൾ ഈ മീനെ പിടിക്കുന്നവർ നിൽക്കുന്നത്. അവർ ഹണ്ടർ ഗ്യാദറേഴ്സാണ്. പക്ഷെ നമ്മൾ അത് കാരണം കൊണ്ട് പലപ്പോഴും അത്ഭുതപ്പെടും, ഇവരെന്താണ് മറ്റുള്ളവർ പറയുന്ന പോലെ ഇവർ പെരുമാറാത്തതെന്നൊക്കെ ഉള്ളത് നമുക്ക് ഇങ്ങനെ എപ്പോഴും പ്രശ്നം വരും. കാരണം അവർക്ക് ഒരു പേടിയില്ല, അവർ കടലിൽ പോയി മീനെ പിടിച്ചാൽ ജീവിക്കാൻ പറ്റുമെന്ന് അറിയുന്നവരാണ്. പക്ഷെ കൃഷി ചെയ്യാൻ തുടങ്ങിയാൽ അങ്ങനെയല്ല. കൃഷി ചെയ്യാൻ തുടങ്ങുമ്പോൾ ചുറ്റുപാടുമുള്ളവരുമായിട്ടൊക്കെ മറ്റു തരത്തിലെ ബന്ധങ്ങൾ വേണം. ഭൂമി അവരുടേതല്ലെന്നറിയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കടൽ ആരുടേതാണെന്ന് ഇല്ല, അവിടെ പ്രമാണമൊന്നുമില്ല. ഇത് എൻ്റെ വേലിക്കകമാണ്, ഇവിടെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റത്തില്ല എന്ന് പറയാനൊന്നും കടലിലൊന്നും ഒരു രക്ഷയില്ല. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൂടെയൊക്കെ നമ്മളറിയാം. അപ്പോൾ നഗരങ്ങളിലെ നമ്മൾ പറയുന്ന മെട്രോ നഗരങ്ങളിൽ താമസിക്കുന്നവർ, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഒരു നഗരം സത്യത്തിലില്ല. നമ്മുടെ ഈ കൊച്ചിയാണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ ഇച്ചിരി കപ്പൽശാലയുള്ളിടമൊക്കെ ഇങ്ങനെ കണ്ടാൽ ഇത് വേണ്ട ഒരു നഗരത്തിന്. പക്ഷെ അതിന് ഇവിടെ നമ്മൾ ഇപ്പുറത്ത് ഇറങ്ങി നടന്നു നോക്കിയാൽ കൊച്ചൊരു പട്ടണത്തിൻ്റെ ലക്ഷണം മുഴുവൻ കാണും. 2-3 സ്ട്രീറ്റാണ് നമുക്ക് കൊച്ചി ഒരു പട്ടണത്തിൻ്റെ ലക്ഷണം കാണിക്കുന്നത്. ബാക്കിയൊന്നും എല്ലായിടവും ഒരു നമ്മൾ സബർബൻ ഇംഗ്ലീഷിൽ പറയുന്ന പട്ടണ പ്രാന്ത പ്രദേശം എന്ന് പറയുന്നത് പോലുള്ള ഒരു സ്ഥലം മാത്രമാണ് നമ്മുടെ നഗരങ്ങളൊക്കെ. അപ്പോൾ അതുമൊക്കെ ഇതുപോലെ, ഞാനിത് പറയുന്ന അത് പറയാനല്ല. അപ്പോൾ ഇതിനൊക്കെ ബന്ധപ്പെട്ട് അപ്പോൾ ഈ പട്ടണത്തിൽ ജീവിക്കുന്നവർ, ഗ്രാമത്തിൽ ജീവിക്കുന്നവർ, നഗരത്തിൽ ജീവിക്കുന്നവർ, ഇവരുടെ എല്ലാം സംസ്കാരം വേറെ ആവും. നമ്മൾ എന്ത് തരത്തിൽ ജീവിക്കുന്നു, എന്ത് ചെയ്തു ജീവിക്കുന്നു എന്നനുസരിച്ചിട്ട് അതിന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കൊള്ളാവുന്ന ഒരു ഉദാഹരണം പറയാം. കൃഷി ചെയ്യുന്ന ആള്, നിങ്ങൾ ഒരു സ്കൂളിൽ പഠിച്ചു, കൂട്ടുകാരാണ്. ഒരാൾ കൃഷിക്കാരനായി, ഒരാൾ ഇവിടുത്തെ ഓഫീസിൽ ഉദ്യോഗസ്ഥനായി. ഉദ്യോഗസ്ഥനായ ആള് വഴി വെച്ചെന്ന് കണ്ടിട്ട് പറഞ്ഞ്, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്, താൻ രാവിലെ വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കൃഷിക്കാരൻ പറഞ്ഞു, ശരി ഞാൻ വരാം. ഈ ഓഫീസിൽ പോകേണ്ട ആള് കുറേ കഴിഞ്ഞിട്ട് രാവിലെ 7 മണിയായി, 8 മണിയായി. അയാൾ വാച്ചിൽ ഇങ്ങനെ നോക്കി കാണും. കാരണം 8:30-ക്കുള്ള ബസ്സുണ്ട്, അത് പിടിക്കണം, ഇല്ലെങ്കിൽ ഇയാൾക്ക് അവിടെ പോയിട്ട് പഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇയാളിങ്ങനെ അക്ഷമനായി തുടങ്ങി. കുറേ കഴിയുമ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇയാൾ ചോദിക്കുന്നുണ്ട്, താൻ എവിടെ പോയി കിടക്കുമായിരുന്നു ഈ രാവിലെ വരാൻ പറഞ്ഞിട്ട്? അപ്പം കൃഷിക്കാരന് രാവിലെ എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണി തൊട്ട് 10 മണി വരെ രാവിലെയാണ്. പക്ഷെ ഓഫീസിലിരിക്കുന്ന ആളിന് അങ്ങനല്ല. അയാൾക്ക് കൃത്യമായിട്ട് 10 മണി എന്ന് പറഞ്ഞാൽ അയാൾ അവിടെ ഒപ്പിട്ടില്ലെങ്കിൽ അയാളെ അന്ന് ആബ്സെൻ്റ് ആയി. ട്രെയിൻ പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ട്രെയിൻ പിന്നെ കിട്ടിയിട്ട് കാര്യമില്ല. അപ്പം അയാളുടെ സമയം എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മണിക്കൂറിനും മിനിറ്റിനും വിലയുള്ള ടൈമാണ്. കർഷകർക്ക് 3 സമയമുള്ളൂ: രാവിലെ, ഉച്ച, വൈകുന്നേരം. പിന്നെ രാത്രിയാണ്. രാത്രി എന്ന് പറയുന്നത് അവർക്ക് ഉറങ്ങുന്ന സ്ഥലം. അല്ലാതെ ഇപ്പോഴാണ് നമുക്ക് ഈ ലൈറ്റൊക്കെ വരുന്നത്. മറ്റേണെങ്കിൽ ചൂട്ടുകറ്റയൊക്കെ ആയിട്ടിരിക്കണം. അതുകൊണ്ട് തന്നെ വളരെ, എൻ്റെ കുട്ടിക്കാലത്തായിരുന്നെങ്കിൽ മഞ്ഞ വെളിച്ചമായിരുന്നു. ഈ മരോട്ടി എണ്ണ, പുന്നക്ക എണ്ണ എന്നൊക്കെ പറയുന്ന എണ്ണ ഉപയോഗിച്ചിട്ടായിരുന്നു അന്ന് വിളക്കൊക്കെ കത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരുണ്ട് നമുക്ക് ഡിപ്രഷൻ വരും. അപ്പോഴാണ് തേങ്ങ എണ്ണ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയുള്ളത്. അത് പക്ഷേ അതിനാണ് വെളിച്ചമുള്ളത്. അതുകൊണ്ടാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. അതുകൊണ്ട് വെളിച്ചമുള്ള എണ്ണ. പക്ഷെ അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പൈസക്കാർക്ക് മാത്രമുള്ളത്. അപ്പോൾ ഈ സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേനും എല്ലാവരും ഒരു 8 മണിയാകുമ്പോഴത്തേനും ഉറങ്ങി. അതുകൊണ്ട് ഈ മഞ്ഞ വെളിച്ചമൊക്കെ കണ്ടുകൊണ്ടിരിക്കാനോ നമുക്ക് വായിക്കുന്നതിനെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഈ ആ കൃഷിക്കാരനും ഈ ഉദ്യോഗസ്ഥനുമായിരിക്കുന്ന ആൾ, ഉദ്യോഗസ്ഥന് എന്ന് പറഞ്ഞാൽ വ്യവസായത്തിൻ്റെ ഭാഗമായി രൂപപ്പെടുന്ന, അപ്പോൾ അത് കാരണം കൊണ്ട് അയാൾക്ക് സമയം വളരെ കൃത്യമാണ്. അപ്പം നമ്മൾ മലയാളികളുടെ സംസ്കാരം എന്നൊക്കെ അങ്ങോട്ട് പറയുവാണെങ്കിൽ ഇതൊക്കെ അങ്ങ് മറന്നുപോകും. അപ്പോൾ അപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ഇതൊക്കെ ആലോചിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതുകൊണ്ടാണ് ഈ പറഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് മനസ്സിലാകും, നിനക്കൊരു സീരിയസ്നെസ് ഇല്ല എന്നൊക്കെ ആൾക്കാർ പറയും. ഒരു കാര്യം പറഞ്ഞാൽ അപ്പം മറ്റേ ആൾക്ക് മനസ്സിലായി, അയാൾ ഭയങ്കര സീരിയസാണ്. പക്ഷേ
സമയത്തിന് വരത്തില്ല. ഇതാണ് പറയുന്നത്. ഒരു കാര്യം ഏറ്റ സമയത്തിന് ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ മറ്റേയാൾ എന്ത് ചെയ്ത് ജീവിക്കുന്നു എന്ന് നമ്മളൊന്ന് നോക്കണം. അപ്പോഴേ നമുക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. അപ്പം അയാൾക്ക് ഈ വണ്ടി പോകുന്ന കാര്യം അയാൾക്ക് അറിഞ്ഞൂടാ. കാലത്ത് വരികയാണ് അയാൾ. അല്ലെങ്കിൽ അവർ കാലത്ത് വരിക എന്ന് പറഞ്ഞാൽ 4 മണിക്ക് എണ്ണീറ്റ് വന്നോളെ. അപ്പോൾ ഇവരാണെങ്കിൽ രാത്രി 12 മണിക്ക് പുസ്തകം വായിച്ചിട്ട് കിടന്നുറങ്ങിയ പാർട്ടിയാണ്. 4 മണിക്ക് വന്ന് മണിയടിക്കും. ഇയാൾ എന്ത് പണിയാ താങ്ങി കാണിച്ച്? അപ്പൊ ഈ കാലത്ത് വരാൻ പറഞ്ഞില്ലേ എന്നുള്ളതാണ്. ഇതാണ് ഞാൻ ഈ പറയുന്നത്. ഇത് ഈ കമ്മ്യൂണിക്കേഷൻ ആരോട് പറയുന്നു എന്നുള്ളത് പോലെ ഒന്ന് അറിയാമെങ്കിൽ നമുക്ക് ഈ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നതിൻ്റെ വ്യത്യാസം നമ്മുടെ സംസ്കാരത്തിൽ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഈ തരത്തിൽ വ്യവസായികളായിരിക്കുന്ന വ്യാപാരികളായിരിക്കുന്നവരുടെ സ്വഭാവം വേറെയാണ്. ഇതൊക്കെ ഇതുപോലെ അറിയേണ്ടതാണ്. വ്യാപാരികളും വ്യവസായികളും തമ്മിൽ ഉള്ള വ്യത്യാസം എന്താണെന്നൊക്കെ അറിയേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ഈ സംസ്കാരമൊക്കെ പഠിക്കേണ്ടത്. പക്ഷെ നമുക്ക് അങ്ങനൊന്നും അറിഞ്ഞുകൂടാ. നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ 5000 കൊല്ലം മുമ്പ് എഴുതി വെച്ച ചില പുസ്തകമൊക്കെയാണ് സംസ്കാരം എന്ന്. അതൊക്കെ കുറേ കൃഷിക്കാർ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഹണ്ടർ ഗ്യാദറേഴ്സ് നമ്മൾ പറയുന്നവർ അലഞ്ഞു നടന്നപ്പോൾ എഴുതിയതാണ്. ഈ ഋഗ്വേദം എഴുതിയത് ഹണ്ടർ ഗ്യാദറേഴ്സാണ്. അലഞ്ഞു നടന്നിരുന്ന, കുതിരപ്പുറത്ത് നടന്നിരുന്ന വിദ്വാന്മാർ എഴുതിയതാണ്. അപ്പോൾ അവര് ഏതാണ്ട് പേർഷ്യൻ ഭാഗത്തു നിന്ന്, നമ്മളിന്ന് പേർഷ്യ എന്ന് വിളിക്കുന്ന സ്ഥലത്തു നിന്ന് ഇങ്ങനെ കുതിരപ്പുറത്ത് കയറി വന്ന വഴിക്ക് എഴുതിയതാ. നമുക്കതിനകത്ത് ഇങ്ങനെ വായിച്ച് നമുക്കിങ്ങനെ കാണാം. ഋഗ്വേദത്തിനകത്തെടുത്ത് നമ്മളിങ്ങനെ നോക്കിയാൽ അതിനകത്തെ ദൈവങ്ങളുണ്ട്. ആ ഒരു ദൈവത്തിനെ ഈ നാട്ടിൽ ആരും ആരാധിക്കുന്നേ ഇല്ല. മാത്രമല്ല അതൊക്കെ കൊള്ളാത്ത ദൈവങ്ങളായിട്ടാണ് നമുക്കറിയാവുന്നത്. അവരുടെ ഈ ഋഗ്വേദത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം ഇന്ദ്രനാണ്. ഉപനിഷത്തെടുത്ത് നമ്മളിങ്ങനെ നോക്കിയാൽ അതിൻ്റെ ശാന്തി മന്ത്രം എന്ന് പറയും. ഉപനിഷത്തിൻ്റെ ആദ്യം എഴുതും. അത് ചൊല്ലിയിട്ടാണ് മറ്റേത് പഠിക്കുന്നത്. അതിനകത്ത് ഏറ്റവും വലിയ പ്രധാന ദൈവം ഇന്ദ്രനാണ്. നമുക്കിപ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കൾ എന്ന് പറയുന്നവരോടൊന്ന് ചോദിക്കുകയാണെങ്കിൽ അയ്യോ ഇന്ദ്രനാണ്, അത് മഹാവൃത്തികെട്ട ഒരുത്തനാണ് എന്ന് മാത്രമേ നമുക്കറിയാവൂ. പക്ഷെ ഈ ഋഗ്വേദം എഴുതുന്നവർക്ക് അങ്ങനെയല്ല. അവർക്ക് ഇന്ദ്രനാണ് പ്രധാന ദൈവം. മാത്രമല്ല നമ്മളിന്ന് 8 ദിക്പാലകർ എന്ന് പറയുന്ന 8 ദിക്കിനകത്ത് ഓരോ ദൈവത്തിനെ വെച്ചിട്ട്, വരണൻ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറിയിരിക്കുന്ന വെള്ളത്തിന്, അനിലൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാറ്റുമായിട്ട്, ഇങ്ങനെ 8 ദിക്കിലിരിക്കുന്ന ദൈവങ്ങളുടെ പ്രധാന ദൈവമാണ് ഇന്ദ്രൻ. ഇവരെ ആരും നമ്മളിപ്പം ആരാധിക്കുന്നേ ഇല്ല. അപ്പൊ നമ്മളിങ്ങനെ അങ്ങ് സംസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെയാണ് ഈ വ്യവഹരിക്കുന്നത്. ഈ ദൈവങ്ങളെ ഒന്നും എല്ലാം കളഞ്ഞ് സൂര്യനെ ആരാധിക്കുന്നുണ്ട്. ഇപ്പം അവിടെ സൂര്യക്ഷേത്രത്തിനകത്ത് എല്ലാവരും കൂടെ ടൂറിസ്റ്റുകളായിട്ട് പോകുന്നതല്ലാതെ അവിടെ ഒന്നും ആരും ആരാധിക്കത്തൊന്നുമില്ല. പിന്നെ രാവിലെ ഒരു മന്ത്രം ചൊല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പണ്ടത്തെ സാധനം അതിനകത്തോട് ഇങ്ങനെ വരുന്നതാ, അല്ലാതെ ആരും സത്യത്തിൽ ആരാധിക്കുന്നില്ല. അതൊക്കെ നമ്മളിങ്ങനെ ഒന്ന് മനസ്സിലാക്കണം. ഇപ്പം ഈ ഓരോ കാലഘട്ടത്തിനനുസൃതമായിട്ട് ഈ ജീവിക്കുന്ന രീതിക്ക് അനുസൃതമായിട്ടുണ്ടാക്കിയിട്ടുള്ള സംസ്കാരത്തിനെ പറ്റി നമ്മൾ അറിയണം. അതുകൊണ്ടാണ് ജീവിത രീതി, അന്നം കണ്ടെത്തുന്ന വഴി അനുസരിച്ചിട്ടുള്ള ജീവിത രീതിയും സംസ്കാരവുമാണ് സംസ്കാരങ്ങൾ. അല്ലാതെ നമ്മളിങ്ങനെ ഒലക്ക പോലെ ചില സംസ്കാരങ്ങൾ ഇങ്ങനെ ഒഴുകി വരികയാണ്, നമ്മളതിൻ്റെ തുമ്പത്തിരിക്കുകയാണെന്ന് വിചാരിച്ചാൽ അല്ല. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള വിച്ഛേദം എന്ന് പറയുന്നത്, മുറിഞ്ഞ് മാറുന്ന നിലവാരത്തിൽ മാറിയ കാര്യമാണ് ഞാൻ ഈ 3 പറഞ്ഞത്. നമ്മളിപ്പോൾ ഇവിടെ ഈ കസേരയിൽ ഇരിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരുമുള്ള ഈ അകലം ഇതിപ്പോൾ കുഴപ്പമില്ല, നിങ്ങൾക്ക് സമാധാനമായിട്ട് ഇവിടെ ഇരിക്കാം. ഞാൻ ഇങ്ങനെ നിരുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് തോന്നി ഇയാൾ അത്ര ശരിയല്ല, അതിര് കടന്ന് എന്നനുഭവിക്കും ഈ മുട്ടൽ. അത് പലർക്കും സ്ത്രീകളോട് ചോദിച്ചാൽ മതി, അവർക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. കയറിയ എല്ലാ സ്ത്രീയും അനുഭവിക്കുന്നതാണ് ഇങ്ങനെ മുട്ടുന്നത്. അപ്പോൾ അത് പ്രശ്നം അനുഭവിക്കും. അപ്പം ഇതിനാണ് അതിരുബോധം എന്നത്. ഇപ്പം നിങ്ങൾ അതിലേതാ ഈ കസേര, ഇവിടെ നിന്ന് എണ്ണീറ്റ് അവിടെ പോയൊരു കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ എത്ര ചാഞ്ഞാലും നിങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങളുടെ അതിരുമായിട്ട് നിങ്ങളങ്ങ് പോയി. അപ്പോൾ അതിരവിടെയാണ്. ഇങ്ങനെ മാറുന്ന അതിരുമായി ഇരുന്നവരാണ് ഈ ഭക്ഷണം തേടിയിരുന്നവർ.
അവരൊരു മരത്തിൻ്റെ ചുവട്ടിയിരിക്കും. അവരെ ഗോത്ര വർഗക്കാരെന്ന് നമ്മൾ പറയാറ്. അപ്പോൾ ഒരു ഗോത്രത്തിൽ എത്ര പേരൊക്കെ കാണും? ഭക്ഷണം തേടി നടന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു 50 പേരെ കൂടുതലൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പാടാം. നമ്മുടെ ചുറ്റുപാടും മീനായാലും മൃഗങ്ങളായാലും ചെടികളായാലും ഭക്ഷണമായാലും നമ്മൾ ഒരിടത്ത് പോയി തങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് അത് തിന്നാനുള്ള സാധനങ്ങൾ കിട്ടാതാവും. അപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മാറി വേറെ ഭക്ഷണം കിട്ടുന്നിടത്തേക്ക് നീ. അപ്പം ഈ കസേരയെന്ന് പോയി അവിടെ ഇരിക്കുന്നത് പോലെ അതുവരെ ആ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ തങ്ങിപ്പിടിച്ചോ അല്ലെങ്കിൽ ഒരു ചെറിയ ഗുഹയ്ക്കകത്തോ ഒക്കെ ഇരുന്ന ഈ വിദ്വാന്മാർ അപ്പം വേറെ ആരെങ്കിലും അവിടെ വന്നാൽ നമ്മുടെ ഭക്ഷണം പോകുമെന്നറിയാം. അപ്പം വരുന്നവരെല്ലാം ഓടിക്കും. ഓടറ, ഇവിടെ വേണ്ട, നിൽക്കണ്ട എന്ന് പറയുന്ന വഴക്കൊക്കെ പറയും. അന്ന് നമ്മൾ പറയുന്ന ഭാഷയൊന്നും അന്നില്ല. കയ്യും കാലും ഒക്കെ കാണിച്ച പൂച്ചയൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നതും മുരളുന്നതൊക്കെ നമുക്ക് കാണരുത്. പട്ടിയൊക്കെ വേറൊരു പട്ടി ഇങ്ങനെ വരുമ്പോഴേ ഇവിടെ നിന്ന് എണ്ണീറ്റ് വാലും കുത്തി നിന്നിങ്ങനെ നിന്നിട്ട് 2 കുരയൊക്കെ കുരച്ച് അപ്പോൾ മറ്റേ പമ്മി ആവേശത്തോടെ ഇങ്ങനെ അങ്ങ് ഓടിക്കളയുന്നത് നമ്മൾ കാണുന്നില്ലേ. കാരണം ഞാനിവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവിടുത്തെ ഭക്ഷണത്തിന് നീ ഇവിടെ കയറിയാൽ നീ കൂടെ തിന്നും, എൻ്റെ കാര്യം കൂടെ പോക്കാം, ഇത്രയേ ഉള്ളൂ. അല്ല വേറെ വഴക്കൊന്നും അവർ തമ്മിലില്ല. ഈ ഭക്ഷണം കിട്ടാനുള്ള സാധ്യത കുറയ്ക്കുന്നു എന്നുള്ള എതിര് അത് നമ്മളിപ്പോൾ ഉറുമ്പിൻ്റെ അകത്തൊക്കെ നിങ്ങൾ വെറുതെ പോയിട്ട് ഒരു ഉറുമ്പും കൂട്ടവും വേറെ ഉറുമ്പും കൂട്ടവും ഇരിക്കുന്നിടത്തൊക്കെ നോക്കിയാൽ ഉടനെ കാണാൻ പറ്റും. അപ്പം ഇതുപോലുള്ള മാറുന്ന അതിരുണ്ടായിരുന്ന മനുഷ്യരാണ് നമ്മൾ ഈ പറയുന്ന ഭക്ഷണം തേടുന്ന മനുഷ്യർ. അവർക്ക് ഉറച്ച അതിരില്ല. ഇവിടെ നിങ്ങൾ ഈ ഇരിക്കുന്നവർക്കൊക്കെ നിങ്ങളുടെ കസേര നിങ്ങളുടേതാണെന്നല്ല ബോധ്യമുള്ളത്. അതൊന്ന് എണ്ണീറ്റ് മാറിയിരിക്കും, ഞാനിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നല്ല ദേഷ്യം വരും. എൻ്റെ കസേര ഞാനാണ് ആദ്യം വന്നതെന്നുള്ളതാണ് അതിൻ്റെ. ബസ്സിനകത്തൊക്കെ നമ്മൾ ആദ്യം ഈ ആദ്യം വരുന്നതിന് എന്തോ അവകാശം? ഒരു അവകാശവും പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പുറത്ത് വന്നിരിക്കുന്നത് ആനയാണെങ്കിൽ ആ കസേര ഇട്ടിട്ട് അപ്പോഴേ സ്ഥലം വിടും. അല്ലാതെ ഈ കസേര എൻ്റെയാണ്, ആന ഇങ്ങോട്ട് കയറണ്ടെന്ന് നമ്മൾ പറയത്തില്ലല്ലോ. അപ്പോഴേ നമ്മൾ സ്ഥലം വിടത്തില്ല. പെരയൊക്കെ പൊളിച്ച് ഓടിക്കളയും. ബലമില്ലാത്തവർ വരുമ്പോൾ നമ്മുടെ പരുവത്തിലുള്ള ആളുകൾ വരുമ്പോൾ മാത്രമാണ് നമ്മുടെ ഇത് അവകാശമൊക്കെ നമ്മൾ പറയുള്ളൂ. അല്ലാതെ കടുവ വന്നു കഴിഞ്ഞാൽ ഈ മുറിയിൽ ഒരൊറ്റ ഒരുത്തം കാണത്തില്ല. ഈ അവകാശമുള്ള ഒരാൾ പോലും കാണത്തില്ല. എല്ലാം കയറാൻ അറിഞ്ഞുകൂടാത്തതാണ്. ഇപ്പം അവരൊക്കെ ആണെങ്കിൽ മരത്തെ കയറാൻ അറിഞ്ഞുകൂടാന്നൊക്കെ പറയുന്നുണ്ടാവും. ഞങ്ങൾ ഇതുവരെ മരത്തേലൊന്നും കയറിയിട്ട് ഇതെല്ലാം കടുവയോട് പറയുമോ? ഏത് മരത്തിൻ്റെ മണ്ടേ കയറും. അങ്ങനെയാണ് നമ്മുടെ അപ്പോഴത്തെ അതിര്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ മാറുന്ന അതിരുമായി കഴിഞ്ഞ ഒരു 3 ലക്ഷം വർഷം മനുഷ്യർ ജീവിച്ചിരുന്നു എന്നറിയാം. അപ്പോഴത്തെ അതിരെന്ന് പറയുന്നത് എവിടെയാണോ നമ്മൾ ഇരിക്കുന്നത്, നമ്മുടെ ബസ്സിനകത്ത് അതിര് പോലെ ഭയങ്കര മൂച്ചിന് ഞാൻ എൻ്റെ തൂവാല ഇവിടെ ഇട്ടിട്ട് പോയതാണ്, നീ കയറി എന്തായിരിക്കുന്നത്, അടയാളം ഞാൻ ഇട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര. എന്നാൽ ഈ കസേരയായിട്ട് അല്ലെങ്കിൽ ഈ സീറ്റുമായിട്ട് വീട്ടിൽ പോവുമോ? വീട്ടിലൊന്നും പോകില്ല. പക്ഷെ ഇത് എൻ്റേതാണെന്നുള്ള സംശയമൊന്നുമില്ല. ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് കാണിക്കും. രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് കയറിയെന്നുണ്ടെങ്കിൽ ഭയങ്കര ശൗര്യം വരുന്നു അങ്ങനത്തെ. പക്ഷെ അപ്പോഴും നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ഈ കമ്പാർട്ട്മെൻറ്റ് കൊണ്ടുപോകുമോ അല്ലെങ്കിൽ ടിക്കറ്റ് കൊണ്ടുപോകുമോ ഒന്നും ചെയ്യത്തില്ല, കളഞ്ഞിട്ടങ്ങ് പോവുമായിരുന്നു. പക്ഷെ ഭയങ്കര ഫീലാണ് നമ്മുടേതാണെന്നുള്ളതിൽ സംശയരഹിതമായ അറിവാണ്. ചാകും, നമ്മൾ വെട്ടിക്കുത്തിയൊക്കെ ചാകും. നമ്മൾ റിസർവ് ചെയ്തതിൽ വേറൊരാൾ ഇരിക്കുകയെല്ലാം ചെയ്തു. അത്ര നമുക്ക് അതിരനുഭവിക്കുന്ന സ്ഥലമാണത്. അപ്പം ഈ ഒരു ഫീല് മാറുന്നതാണെന്ന് അറിയേണ്ടത്. എത്ര നമ്മൾ വാശിയോടൊക്കെ അപ്പം പറയുമെങ്കിലും അവിടെ ഭക്ഷണമൊന്നും കിട്ടാതെ വരുന്ന അത് അപ്പോഴേ കളഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അത് ട്രെയിൻ നിർത്തി കഴിയുമ്പോൾ മുഴുവൻ പേരും ഇറങ്ങിപ്പോവും. അത് നമുക്ക് കാണാം. ഞങ്ങളുടെ സീറ്റാണെന്ന് പറഞ്ഞവരാരും അവിടെ കാണത്തില്ല, എല്ലാവരും പോകും. അപ്പം അങ്ങനെ മാറുന്ന അതിലുള്ള മനുഷ്യരായിരുന്നു നമ്മൾ എന്ന് പറഞ്ഞത് ഒരു 3 ലക്ഷം വർഷത്തോളം നമ്മളിങ്ങനെ നടന്നിരുന്നത്. അപ്പം എന്താ സംഭവിച്ചിരുന്നേ? ഒരു 50 പേരാകുമ്പോഴത്തേന് എവിടെ പോയാലും ആവശ്യത്തിന് ഭക്ഷണം ആദ്യത്തെ ഒരു ദിവസം കിട്ടും, പിന്നെ അങ്ങോട്ട് കിട്ടാതാവും. അപ്പോൾ ഇങ്ങനെ പറയും, നമുക്ക് ഒന്ന് കുറച്ച് പേര് വേറെ നടക്കും, നിങ്ങൾ അങ്ങോട്ട് പോകും, ഞങ്ങളിങ്ങോട്ട് പോകും. അപ്പം അങ്ങോട്ട് പോകാനായിട്ട് പറയുമ്പോൾ അതിനകത്ത് പ്രായമായവരിൽ 2 പേര് ഇവിടെ നിൽക്കും, വേറെ 2 പേര് പറയും ഞങ്ങളുടെ കൂടെ നിങ്ങൾ വാ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിവിഷൻ അങ്ങോട്ട്. അപ്പോൾ ഒരു 30 പേര് 20 പേര്
എന്നൊക്കെ ഉള്ള നിലവാരത്തിൽ പിരിഞ്ഞ് നിങ്ങൾ തെക്കോട്ട് പോകും, ഞങ്ങൾ വടക്കോട്ട്. അങ്ങനെ പിരിഞ്ഞു പോകുന്നവർ തമ്മിൽ കാണുക എന്ന് പറയുന്നത് എപ്പോഴും എളുപ്പമല്ല. കാര്യമാണ് നമ്മളിങ്ങനെ വിചാരിക്കുന്ന പോലെ കടുവായൊക്കെ വരും, ചെല്ലുന്നിടത്ത് ഇഷ്ടം പോലെ ഭക്ഷണം ഉണ്ടാകുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമേ ഇല്ലാതാവും. മറ്റവരോട് പറയാൻ പോകാനായിട്ട് അവരെങ്ങോട്ടാ പോയെന്നുള്ളത് കണ്ടുപിടിക്കാനൊക്കത്തില്ലല്ലോ. അപ്പം അങ്ങനെ പിരിഞ്ഞ് ഈ പിരിച്ചിലാണ് ഈ 3,00,000 വർഷം മനുഷ്യർ ചെയ്തത്. അങ്ങനെ പിരിഞ്ഞ് 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 ഈ ഭൂമി മുഴുവൻ മനുഷ്യർ അങ്ങനെ അത് മനസ്സിലാക്കാം. മനുഷ്യർ 50 പേര് അല്ലെങ്കിൽ 60-70 പേരൊക്കെ എത്തുമ്പോൾ രണ്ടായിട്ട് പിരിഞ്ഞ് അവർ വീണ്ടും 50-60 പേരൊക്കെ ആകുമ്പോൾ അവർ വീണ്ടും പിരിഞ്ഞ് ഇങ്ങനെ ഭക്ഷണം തേടി ജീവിക്കുക എന്ന് പറയുന്ന ഒരു 3,00,000 വർഷം ജീവിച്ചപ്പോഴത്തേന് ഐസ് മൂടിക്കിടക്കുന്ന അന്റാർട്ടിക്ക ഒഴികെ മുഴുവൻ പ്രദേശത്തും മനുഷ്യർ. ഇങ്ങനെയാണ് നമ്മൾ എത്തിയത്. പിരിഞ്ഞാണ് മനുഷ്യരെല്ലായിടും എത്തിയത്. പക്ഷെ പിരിഞ്ഞപ്പോൾ എന്തു പറ്റി? നമ്മൾ ഈ ഒരു പ്രദേശത്ത്, നമ്മളിപ്പോൾ ഭൂമധ്യരേഖയിൽ സൂര്യൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് തലയ്ക്കുമേളിൽ കൂടെ പോകുന്നതൊക്കെ കണ്ടിരിക്കുന്ന പാർട്ടികളാണ്. ഇവര് പിരിഞ്ഞ് കുറച്ച് പേര് വടക്കോട്ട് പോയി, കുറച്ച് പേര് തെക്കോട്ട് പോയി, കുറച്ച് പേര് പടിഞ്ഞാറോട്ട് പോയി, കുറച്ച് പേര് കിഴക്കോട്ട് പോയി. ഇങ്ങനെയൊക്കെയാണ് പിരിഞ്ഞ് പോകുന്നത്. വടക്കോട്ട് പോകുമ്പം ഭൂമി ഉരുണ്ടതാണെന്നൊന്നും നമുക്കറിഞ്ഞൂടാന്ന്. കാരണം നമ്മളെപ്പോൾ നോക്കിയാലും പരന്ന ഭൂമിയുള്ളൂ. എവിടെയെങ്കിലും ഉരുണ്ട ഭൂമി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ എത്ര പോയി കണ്ട് നോക്കിയാൽ ഉരുണ്ട ഭൂമി കാണത്തില്ല. ഉരുണ്ട ഭൂമി കാണണമെന്നുണ്ടെങ്കിൽ ആകാശത്ത് പോകേണ്ടി വരും, എന്നാലേ കാണൂ. അപ്പം നമുക്കെപ്പോഴും പരന്ന ഭൂമി, കണ്ണത്താ ദൂരത്തിൽ പരന്ന ഭൂമി എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. ചിലയിടത്ത് കടൽ കാണും, അത് കഴിഞ്ഞാൽ അതിൻ്റെ ഓരത്തൂടെ നടന്നാൽ വീണ്ടും ഇങ്ങനെ അങ്ങ് പോവാം. ഇങ്ങനെ പോയാണ് നമ്മൾ ഈ ഭൂമി മുഴുവൻ. പക്ഷെ ഉരുണ്ട ഭൂമിയിലൊരു പ്രശ്നമുണ്ട്. വടക്കോട്ടോ തെക്കോട്ടോ കൂടുതൽ യാത്ര ചെയ്തു കഴിഞ്ഞാൽ സൂര്യൻ്റെ പ്രകാശം വീഴുന്നത് ഭൂമധ്യരേഖയിലാണ് കൂടുതൽ. അത് കഴിഞ്ഞാൽ ഇത് ചരിഞ്ഞാണ് വീഴുന്നത്. കാരണം ഈ നമ്മൾ വെറുതെ ഒരു ഉരുണ്ട സാധനം, ഇത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതായിരിക്കും. അത്യാവശ്യം ഇങ്ങനെ വട്ടം ചുറ്റിയൊക്കെ കാണിക്കും. പക്ഷെ ആരും ഇതുപോലെ ഞാൻ ഈ പറയുന്ന പോലെ വിശദീകരിക്കാതെ പോകുന്ന ഒരു പ്രശ്നമുണ്ട്. ചരിഞ്ഞ ആയിരിക്കും. കാരണം സൂര്യൻ്റെ അവരുടെ തലയ്ക്ക് മേളിൽ കൂടെ പോകുന്ന സൂര്യനെ കണ്ടിട്ടായിരിക്കും ഭൂമധ്യരേഖ. മലയാളികൾക്ക് ചോദിച്ചാൽ കണിശമായി കിഴക്കുദിക്കുകയും പടിഞ്ഞാറസ്തമിക്കുകയും ചെയ്യുന്ന, അതും കടലിൽ അസ്തമിക്കുന്നതാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്നവരാണ് മലയാളികൾ. തമിഴ്നാട്ടുകാരോട് ചോദിച്ചാൽ മലയിലാണ് അസ്തമിക്കുന്നത്, കടലിലല്ല. അവിടെ കടലിൽ നിന്നാണ് പൊങ്ങുന്നത്. പക്ഷെ മലയാളികളോട് ചോദിച്ചാൽ നിനക്കൊക്കെ എന്തെങ്കിലും വിവരമുണ്ട്? നമ്മൾ ഉദയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 2 മല, അതിൻ്റെ നടുവിൽ ഇങ്ങനെ വരയ്ക്കും. അല്ലാതെ നമുക്ക് ആലോചിക്കാനൊക്കത്തില്ല. കടൽ വരച്ചിട്ട് സൂര്യനെ വരച്ചു പോയോ, അത് അസ്തമനയോ? ഇതെന്താ നീ പറയുന്നത്? രാവിലത്തെ പഴകാന്ന് വരും. ഒരു സംശയമില്ലാതെ മലയാളികൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. അതൊരു സംസ്കാരമാകട്ടോ. മലയാളി സംസ്കാരത്തിലാണ് കിഴക്ക് മലയും പടിഞ്ഞാറ് കടലും. നമുക്കൊരു സംശയമില്ല. പക്ഷെ തമിഴ്നാട്ടുകാർ നേരെ തിരിച്ചു പറയും, കിഴക്ക് സൂര്യനാണ്, കടലാണ്, ഇവിടെ നിന്നാണ് സൂര്യൻ പോകുന്നത്. ഈ സൂര്യൻ അസ്തമിക്കുന്ന കടലിലാണെന്ന് അറിയുന്ന മലയാളി കവിതകൾ മുഴുവൻ കവികളെയൊക്കെ എടുത്തിങ്ങോട്ട് നോക്കിയാൽ മതി. അസ്തമന സൂര്യൻ അതിനകത്ത് മുങ്ങിച്ചത്തു എന്നൊക്കെ പറഞ്ഞ് കവിത എഴുതും. അത് ഭയങ്കര നല്ല കവിതയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ കോൾമേയർ കൊള്ളുകയും ചെയ്യും, ഇല്ലേ? അതൊക്കെ ചെയ്യും. അങ്ങനെയാണ് ആ സംസ്കാരമൊക്കെ ഉണ്ടായത്. അപ്പം ഇതൊക്കെ നമ്മളിത് അപ്പം ഭൂമധ്യരേഖയിൽ കഴിഞ്ഞിരുന്നവർ വടക്കോട്ട് നടക്കുമ്പോൾ ഈ തലയ്ക്ക് മേളിൽ കൂടെ കൃത്യമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഈ സൂര്യൻ്റെ സ്വഭാവം എന്ന് മാറും. സൂര്യന് വടക്ക് വശത്തോ തെക്ക് വശത്തോ, എങ്ങോട്ടാണ് വടക്കോട്ടാണ് നടന്നെങ്കിൽ തെക്ക് വശത്ത് അച്ചിരി അങ്ങോട്ട് മാറി ഇങ്ങനെ പൊങ്ങിയിട്ട് അവിടെ തരുന്നതാണ്. നമ്മളൊരു വടിയൊക്കെ കുത്തി സൂര്യൻ നേരെ വീഴുന്ന സമയത്ത് മധ്യാഹ്നമായി എന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിക്കുന്ന ഭയങ്കര അറിവ് ശാസ്ത്രജ്ഞന്മാരുടെ ബഹളമായിരുന്നു. വടി കുത്തിയിട്ട് ഇതിൽ നോക്കിയിട്ട് എത്ര മണിയായെന്ന് കൃത്യമായി പറയുന്നതാണ്. ഇതൊന്നും നടക്കത്തില്ല അങ്ങോട്ട് പോയാൽ, കാരണം ഇത് വളഞ്ഞേ നിൽക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടോ കുറച്ചുകൂടെ വടക്കോട്ട് പോയാലോ, ഇവിടെ പൊങ്ങിക്കൊണ്ടിരുന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന പാർട്ടി ഇങ്ങനെ പോകുന്നതാണ്. ഇത് മേപ്പോട്ട് തന്നെ പോകത്തില്ല. ഇതൊന്നും നമുക്ക് അറിഞ്ഞേ കൂടാ. നമ്മൾക്ക് അങ്ങനെ ഒരു സംസ്കാരമേ ഇല്ല. ഇങ്ങനെ പോകുന്ന സൂര്യനെ കണ്ടെന്ന് പറഞ്ഞാൽ ഇവന് ചികിത്സ കൊടുക്കണം എന്ന് പറഞ്ഞു പോകും. ഞാൻ കണ്ടു എന്നൊക്കെ പറയാം. അതിനേക്കാളും കഷ്ടം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ
ഇങ്ങനെ മേപ്പോട്ട് പൊങ്ങി അവിടെ അങ്ങ് നിൽക്കും. 6 മാസം അവിടെ നിൽക്കും. 6 മാസം കഴിഞ്ഞിട്ടാണ് രാത്രി വരുന്നത്. അത് 6 മാസം രാത്രി. ഇതെങ്ങനെ മലയാളി അറിഞ്ഞിട്ടുണ്ടോ? ഈ ഭൂമി തിരയിക്കുന്നവൻ ജീവിക്കുന്നുണ്ട്. അപ്പം ആ സംസ്കാരത്തിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഇപ്പം എന്തൊരു മൂച്ചാണെന്നറിയാമോ? നമുക്കിതൊക്കെ അറിയാവുന്ന ലൈനിലാണ്. ഉരുകുന്നു. സൂര്യൻ ചതിക്കത്തില്ലെന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞോളൂ. രാവിലെ കറക്റ്റായിട്ട് ഉണരും എന്നൊക്കെ പറയും. ഒരു പുല്ലും വരത്തില്ല. മണ്ണാ പോകത്ത് പോലും അവിടെ നിൽക്കും. തല്ലിക്കൊല്ലാൻ തോന്നും. കാരണം ഈ രാത്രി മുഴുവൻ സമയം 6 മാസം രാത്രി 6 മാസം പകലായിട്ട് നിൽക്കുന്ന എന്ത് മര്യാദയുള്ള സൂര്യനാ? അടി കൊടുക്കണ്ടേ? അടി കൊടുക്കേണ്ടതാണ്. ആ കേസ് നമുക്ക് അടിയെടുക്കണ്ട. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ മറ്റൊക്കെ ആണെങ്കിലോ ഇവിടെ ഇരിക്കുന്ന ഋഷീശ്വരന്മാർ പറയും ഒരിക്കലും മാറാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ന്യായം പറയുന്ന പാർട്ടിയാണ് ഈ സൂര്യനെ പോലെ സമയാസമയങ്ങളിൽ കറക്റ്റായിട്ട് വരുന്ന ആള് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇവിടെ ഇരുന്ന് ഭയങ്കര കവിതയാണ്. ഈ പഴയ ഉപനിഷത്തൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഈ കവിത കാരണം നമ്മളിങ്ങനെ ക്ഷീണിക്കും. നമുക്കറിയാം അവിടെ പോയാൽ ഈ പറയുന്നത് നടക്കത്തില്ലെന്നൊക്കെ നമുക്കറിയാം. ഈ പറയുന്ന യാത്രയ്ക്കകത്ത് അങ്ങോട്ട് പോകുമ്പോൾ സൂര്യൻ്റെ പ്രകാശം ഇങ്ങനെ ചരിയും. കാരണം ഉരുണ്ട് നിൽക്കുന്ന ഒരു ഭൂമിയുടെ ഇങ്ങനെ ചരിയുമ്പോൾ എന്ത് പറ്റും? സൂര്യപ്രകാശം നമ്മുടെ ശരീരത്ത് വീഴുമ്പോൾ പലതരത്തിലെ നമുക്കാണെങ്കിൽ പ്രകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണി കാണുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ കണ്ണു വെച്ച് കാണാത്ത പ്രകാശം ഉണ്ടെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. പ്രകാശത്തിനെയാണ് നമ്മൾ ഇരുട്ടെന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ പണ്ടത്തെ ഉള്ള ആരുടെ പറഞ്ഞാൽ കറുപ്പും വെളുപ്പും പോലെ, ഇരുട്ടും വെളിച്ചവും പോലെ രണ്ടായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു സംശയം. ഇങ്ങനൊന്നുമല്ല. കണ്ണി കാണാത്ത വെളിച്ചമുണ്ട്. അത് കാണാൻ കഴിവുള്ള കണ്ണുള്ള ജീവികളുണ്ട്. അവരാണ് സന്ധ്യയാകുമ്പോൾ ഇറങ്ങും. അവർക്കിതൊക്കെ കാണാം. അവർക്ക് ഈ വെളിച്ചം കാരണം കണ്ണ് കാണാതെ എന്ന്. നമ്മളാണെങ്കിൽ തമോസോമാ ജ്യോതിർഗമയ എന്നാണ്. ഇരുട്ടത്തു നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ചാലും എന്ന് പറഞ്ഞങ്ങ് ഭയങ്കര പ്രാർത്ഥനയാണ്. അപ്പൊ ഈ വവ്വാലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അവരിങ്ങനെ ആലോചിക്കും, ഇവന്മാരെന്തോ ഈ പറയുന്നത്? ഇവിടെ നല്ല വെളിച്ചമുള്ള സമയത്ത് രക്ഷിക്കണമെന്ന് പറഞ്ഞ് കരച്ചിൽ സന്ധ്യയാകുമ്പോൾ തുടങ്ങും. രക്ഷിക്കണേ ദൈവമേ, ഇരുട്ടത്ത് വന്ന് രക്ഷിക്കണേ, വെളിച്ചത്തിലേക്ക് നയിച്ചാലും എന്ന് പറഞ്ഞ് പാട്ടോടെ പാട്ടാണ്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വിട്ടില് നമ്മൾ ഇരുട്ടൂച്ചി എന്നൊക്കെ പറയുന്ന കൊച്ചു ജീവികളൊക്കെ ഉണ്ട്. അവരെല്ലാം സന്ധ്യയാകാൻ നോക്കിയിരിക്കുകയാണ് കണ്ണ് കാണാൻ. നമ്മുടെ ഇടയിൽ നിന്നും ആൾക്കാർ ഇറങ്ങും. കള്ളന്മാരെന്ന് പറയുന്നവർ രാത്രി ഇറങ്ങും. അവരാണ് ഈ കഥയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അവരാണ് ഏറ്റവും കൂടുതൽ പ്രേതത്തിനെ കണ്ട് പറഞ്ഞിട്ടുള്ളത്. കാരണം വേറെ ഒരുത്തിനും പുറത്തോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി അവർ പറഞ്ഞതാണ്. പക്ഷെ അതൊന്നും നമുക്ക് അറിഞ്ഞോളൂ. നമ്മുടെ വിചാരം ഇതൊക്കെ ഉള്ളതാണെന്ന് വിചാരിച്ചിട്ടാണ്. ശരിക്കും പ്രേതം ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പ്രേതം ഉണ്ടെങ്കിൽ ഒരൊറ്റ കള്ളം പുറത്തിറങ്ങത്തില്ല. ഒരു കടുവ പുറത്തിറങ്ങത്തില്ല. ഒരു എലി പുറത്തിറങ്ങത്തില്ല. ഒരു പാറ്റ പറഞ്ഞു. കാരണം ചത്തവരുടെ എണ്ണമാണ് കൂടുതൽ. ഈ നാട് മുഴുവനും ഞൊരഞ്ഞേനെ. അവർക്ക് എങ്ങനെ ഇറങ്ങാൻ പറ്റും? ഈ 4-5 എണ്ണം ഇറങ്ങുമ്പോൾ തന്നെ ആലോചിച്ചോണം, ഇത് ശരിയാകത്തില്ല എന്നറിയാം. നമ്മളെ പേടിച്ചാണ് ഇതുങ്ങളെല്ലാം പാവം പിടിച്ചതെല്ലാം കൂടി ഈ ഇരുട്ടത്ത് ഇറങ്ങാൻ തീരുമാനിച്ച് കണ്ണൊക്കെ അവിടെ കാണുന്ന തരത്തിലാക്കിയതൊക്കെ. ഇതെല്ലാം നമ്മളങ്ങ് മറന്നു പോകും. ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അവരതൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പം നമുക്കറിയാം. പ്രത്യേകിച്ചും ടോർച്ച് ലൈറ്റ് കിട്ടിയതോടെ സകല പ്രേതവും അപ്രത്യക്ഷമായി. കാരണം അടിച്ചു നോക്കും. മറ്റേ ഈ ഇരുട്ടുള്ള ചൂട്ടുകറ്റ ഇങ്ങനെ ഒന്ന് വീശുമ്പം വലിയ ധർമ്മിഷ്ഠയൊക്കെ ആയിട്ട് ചിലരിങ്ങനെ ചിരിച്ചു നിൽക്കും. പിന്നെ നോക്കുമ്പോഴാണ് തേക്കും കുറ്റിയാണ്, വാഴയാണെന്നൊക്കെ മനസ്സിലാകുന്നത്. രണ്ടാമത് അടിക്കാനായിട്ട് ഈ പണ്ട് കാലത്ത് ഒരുത്തം നിന്നിട്ടില്ല, ഓടി തൊലയുകയാണ്. ഒറ്റ നിലവിളി ഒരു ഓട്ടോവാണ്. അതോടെ പുറകെ നിൽക്കുന്നവൻ അതിനേക്കാളും കീഴിലുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ അന്നൊക്കെ ഈ നമ്മുടെ ഈ ഇടവഴി നിറച്ച് പ്രേതങ്ങളായിരുന്നു. വരത്തുപോക്ക് അങ്ങനെയായിരുന്നു പറയുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് അങ്ങനെ. അവിടെയൊക്കെ വരത്തുപോക്കുള്ളിടമാണ്. എല്ലാവർക്കും തലവലിക്കും. ശരിയാ, അതിങ്ങനെ. അപ്പം ഈ കള്ളന്മാരെന്താ ചെയ്യുന്നത്? ആമയുടെ മുറത്ത് ഒരു വിളക്ക് കത്തിച്ചു വിടും. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ കാണാം വെളിച്ച ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്നു. പിന്നെ കഴിഞ്ഞ് ചത്ത്. അതോടെ ആത്മഹത്യ ചെയ്താൻ തീരുമാനിക്കും. അത് കഴിഞ്ഞിട്ട് ഇവന്മാർ പൊയ്ക്കാലേ നടക്കും. അപ്പോൾ ആളുകൾ നോക്കുമ്പോൾ കാണാം 6 അടി തൊട്ട് 10-15 അടി പൊക്കമുള്ള ആൾക്കാർ കുഴഞ്ഞ്. നമ്മൾ പൊയ്ക്കാലേ നടക്കുന്ന നിങ്ങൾ കണ്ടാൽ മതി, ഒരുപാടുമില്ല. മേളിൽ നിന്ന് വരെ നല്ല വെള്ള തുണിയൊക്കെ ഇട്ട്. അപ്പോൾ കൃത്യമായി
സംശയരഹിതമായി കണ്ണുകൊണ്ട് കണ്ടതാണെന്ന് പറയുന്നത്. കണ്ണുകൊണ്ട് കണ്ടാൽ പിന്നെ സംശയമില്ലല്ലോ. കാരണം നമ്മുടെ കണ്ണിനപ്പുറത്തോട്ട് വല്ലവരും ഉണ്ട്. പണ്ടേ ഉള്ള സ്വാമിമാർ പറയുന്നതാണ് ദർശനം എന്നാണ്, കാണ്ടെന്നാണ്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. അത് ഈ തരത്തിലാണ് ഞാൻ ഈ പറയുന്നതിനകത്തല്ല ഈ സംസ്കാരം ഇരിപ്പുണ്ട് കേട്ടോ. ആളുകളുടെ അനുഭവത്തിനകത്തൂടെ ഈ പ്രായമായവർ ഭയങ്കര അനുഭവജ്ഞാനത്തോടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നതാണ് ഇതല്ല. അപ്പൊ ഈ നടക്കുന്ന പാർട്ടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ വടക്കോട്ട് പോവുകയാണ്. തെക്കോട്ട് പോകാൻ അധികം സ്ഥലമില്ലായിരുന്നു ആദ്യം. നമ്മൾ ആഫ്രിക്ക മാത്രമാണ് ഇങ്ങനെ തെക്കോട്ട് പോകാൻ പറ്റുന്നത്. ബാക്കി ഈ കിഴക്ക് പടിഞ്ഞാറാണ് ഈ ഭൂമി കൂടുതൽ കിടന്നിട്ടുള്ളത്. പിന്നെ കിഴക്ക് പടിഞ്ഞാറല്ലാതെ കിടക്കുന്ന തെക്ക് വടക്ക് കിടക്കുന്നത് സൗത്ത് അമേരിക്കയും നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡമേ ഉള്ളൂ. ബാക്കി മുഴുവനും കിഴക്ക് പടിഞ്ഞാറും ഒറ്റയ്ക്ക് കിടക്കുന്നതൊക്കെയാണ്. അപ്പോൾ ഈ മനുഷ്യർ നടന്ന് ഈ വടക്കോട്ട് പോയപ്പോൾ സൂര്യൻ്റെ പ്രകാശം ചരിഞ്ഞപ്പോൾ എന്തു പറ്റി? നമ്മുടെ ഈ സൂര്യപ്രകാശം കിട്ടിയിട്ട് വേണം നമുക്ക് വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞൊരു സംഭവം. അത് ഭക്ഷണത്തിനകത്തൂടെ കിട്ടിയില്ലെങ്കിൽ സൂര്യപ്രകാശം കിട്ടിയാൽ കിട്ടും. പക്ഷെ അത് കിട്ടാനായിട്ട് ശരീരം ശ്രമിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഈ സൂര്യപ്രകാശത്തിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, കണ്ണു വെച്ച് കാണുന്ന വെളിച്ചം മാത്രമല്ല, വേറെ ഒത്തിരി വെളിച്ചമുണ്ട്. അതിനെയാണ് നമ്മൾ എക്സ്റേ എന്ന് പറയുന്ന തരത്തിലൊക്കെ ഉള്ള വെളിച്ചം. എക്സ്റേ എന്ന് പറഞ്ഞ പേരില്ലാത്തതെന്നുള്ള അർത്ഥത്തിലാണ് എക്സ് ഇട്ടത്. അറിഞ്ഞുകൂടാ അന്ന്, അതുകൊണ്ടാണ് എക്സ് എന്നിട്ട്. എക്സ് വൈ എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് സ്ഥാനം പറയത്തില്ല, അതുകൊണ്ട് ഇട്ടതാണ് എക്സ്റേ. അതാ ഇപ്പം നമ്മൾ എക്സ്റേ എന്ന് പറയുന്നത്. ശരിക്കും ഇപ്പം നമ്മൾ അതിനെയൊക്കെ പറയുന്നത് എന്താണ്? അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന് കാണാൻ സഹായിക്കുന്ന വെളിച്ചമല്ലാത്ത വെളിച്ചങ്ങളെ വിളിക്കുന്ന. അപ്പം വെളിച്ചത്തിന് ഒരു സ്പെക്ട്രം എന്നാണ് പറയുന്നത്. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, എല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുള്ള. ഇങ്ങനെ കറക്കിയൊക്കെ കാണിക്കും, എന്നിട്ട് അതിനകത്ത് വെളുത്ത വെളിച്ചത്തിനകത്ത് ഇത്രയും നിറങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കും. പക്ഷെ പല വീജികൾ എന്നാണ്, പല തരംഗങ്ങളാണ് വെളിച്ചം. അല്ലാതെ നമ്മൾ ഈ പറയുന്നതല്ല വെളിച്ചം. ഇത് ഒരു വെളിച്ചത്തിൽ ഒന്നാണ്. പക്ഷെ പണ്ടുള്ളവർക്ക് ഒരു സംശയമില്ല, വെളിച്ചു ഇരുട്ടു, കറുത്തതും വെളുത്തതും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രണ്ടെണ്ണമാണ് സകലതും എന്ന് പഠിപ്പിക്കുന്ന സംസ്കാരമാണ് പണ്ട് കാലത്തുണ്ടായത്. അപ്പൊ ഇങ്ങനെ പഠിച്ചു വന്നുകൊണ്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ ഈ വൈറ്റമിൻ ഡി കിട്ടുന്ന പോലെ തന്നെ പ്രശ്നം പിടിച്ച കുറച്ച് വീജികളുണ്ട്, പ്രകാശവീജികൾ, തരംഗങ്ങൾ. അതെന്ന് പറയുന്നത് നമുക്ക് ക്യാൻസർ ഉണ്ടാക്കുന്ന, സ്കിൻ ക്യാൻസർ ഉണ്ടാക്കുന്നവരാണ്. ആ സ്കിൻ ക്യാൻസർ ഉണ്ടാകാതിരിക്കാൻ തടയാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും കറുത്തിരിക്കുന്നത്. അല്ലാതെ എല്ലാവരും കൂടെ ലേപനം തേച്ച് വെളുത്ത് കളയരുത്. ഈ സൂര്യപ്രകാശം തട്ടുമ്പോൾ ക്യാൻസർ തൊലിക്ക് വരാതിരിക്കാനാണ് കറുത്തിരിക്കുന്നത്. പക്ഷേ അത് തടയും, സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിലോട്ട് കടക്കാതിരിക്കാൻ തടയുന്നതാണ് കറുപ്പ്. അപ്പം നമ്മൾ മനുഷ്യനെന്ന് പറയുന്ന കുലം ഉണ്ടായതായിട്ട് നമുക്കുള്ള ഇതുവരെയുള്ള എല്ലാ തെളിവും ആഫ്രിക്കയിലാണ്. അതുകൊണ്ട് ആഫ്രിക്കയിലുള്ള എല്ലാവരും കറുത്തിരിക്കും. കറുത്ത മനുഷ്യരാണ് ഉള്ളത്. പക്ഷെ ഈ വടക്കോട്ട് ഇങ്ങനെ നടന്നെന്ന് പറഞ്ഞാൽ ഉടനെ കക്ഷത്ത് ബാഗും വെച്ച് നടന്നതുപോലെ ആലോചിക്കരുത്. അങ്ങനല്ല ഈ നടക്കുന്നത്. മാനിനെ കിട്ടുമോ, മീനിനെ കിട്ടുമോ, പഴം കിട്ടുമോ എന്ന് പറഞ്ഞാൽ നോക്കി നടക്കുക ചെയ്യും. അപ്പം മാനിനെ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്കും. അവിടെ 10 കൊല്ലം മാനിൻ്റെ പുറകെ നടക്കും. മാൻ തീർന്നു കഴിഞ്ഞാൽ പിന്നെ മീനെ പിടിക്കാൻ പോകും. ഇങ്ങനെയാണ് ഈ പോകുന്നതെന്ന് പറയുന്നത്. അല്ലാതെ രാവിലെ എണ്ണീറ്റിട്ടങ്ങ് നടക്കുകയല്ല, വടക്കോട്ട് പോവുകയല്ല. ആളുകളെല്ലാവരും ഞാൻ ഈ മൈഗ്രേഷനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആളുടെ കാര്യം ഇവർ ഈ സൂട്ട് കേസും എടുത്തിട്ട് പോയതുപോലെയാണ്. നമുക്കിപ്പോൾ അറിയാമല്ലോ, നമ്മൾ കാനഡയിൽ പോകുന്നത് എങ്ങനെയാണ്, ഗൾഫിൽ പോകുന്നത് എങ്ങനെയാണ്, വടക്കേ ഇന്ത്യയിൽ പോകുന്നത് എങ്ങനെയാണ്, സംശയമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയാം പോകുന്നത് അങ്ങനെയാണ്. ഇങ്ങനൊരു പോക്കില്ല ഈ മനുഷ്യർക്ക്. ഈ മനുഷ്യർ തിന്നാൻ പോവുകയാണ്, തിന്നുന്നത് പിടിക്കാൻ പെറുക്കാൻ പോകുന്നവരാണ്, നടക്കാൻ പോകുന്ന, അങ്ങനെ മാത്രമാണ് പോകുന്നത്. കിട്ടാതെ വരുമ്പോഴാണ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മൈഗ്രേഷൻ, ആദ്യത്തെ ഹ്യൂമൻ മൈഗ്രേഷൻ, മനുഷ്യകുലത്തിൻ്റെ യാത്രകൾ എന്ന് പറയുന്നത് ഭക്ഷണം തേടിയുള്ള യാത്രയാണെന്നറിയുകയും അത് മാസത്തിലല്ല, ഒരു കൊല്ലമൊക്കെ കൂടുമ്പം ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്ററൊക്കെയാണ് ഈ പോകുന്നത്.
ഇങ്ങനെ പോയാണ് നമ്മൾ പോകും. അപ്പോഴത്തേനും ഒരു 5 കിലോമീറ്റർ പോകുന്നു എന്ന് പറയുമ്പം വർഷത്തിലൊക്കെ ഇത്രയും ഒരു ദൂരം പോകുന്നു. അപ്പോൾ ചില സമയത്ത് വെള്ളമില്ല, മഴയില്ലാതെ വരൾച്ചയുള്ള സ്ഥലത്ത് എത്തിപ്പോയി. അപ്പോൾ നമ്മൾ ഒത്തിരി വേഗത്തിൽ നടക്കുന്നുണ്ടാവും. വേറെ ഒരിടത്ത് ചെല്ലുമ്പോൾ ഇഷ്ടം പോലെ ചെടിയും മരവും ഇതൊക്കെ ഉണ്ട്. അവിടെ അടുത്ത 10 കൊല്ലം അങ്ങ് താമസിക്കും. ഇങ്ങനത്തെ യാത്രയ്ക്കകത്ത് ആകെയുള്ള ശരാശരി എടുത്തിട്ടാണ് നമ്മൾ ഏതാണ്ട് 1-2 മൈലൊക്കെയാണ് നമ്മൾ ഈ പോകുന്നത്. വടക്കോട്ടോ പോയാലും തെക്കോട്ട് പോയാലും പോകുന്ന അങ്ങനെ പോകും. ഈ പോകുമ്പോൾ ഒരു 100 മൈല് ഒരു മൈലാണ് ഇതിനിടെ കിലോമീറ്റർ പറഞ്ഞതിനിടയ്ക്ക് ഞാൻ ഈ ഇടയ്ക്ക് മൈലും കിലോമീറ്ററും പറയും കേട്ടോ. അത് എൻ്റെ ഒരു കുഴപ്പമാണ്. ഞാൻ കുട്ടിക്കാലത്ത് മൈലാണ് പഠിച്ചത്, അതിന് ശേഷമാണ് കിലോമീറ്റർ പഠിപ്പിക്കാൻ. അപ്പം അത് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തങ്ങ് കേട്ടോ. അല്ലാതെ ഞാൻ അവിടെ അവൻ മൈല് പറഞ്ഞു, ഇവിടുത്തെ നമ്മുടെ യുക്തിവാദികളെ തന്നെ ഭയങ്കര ഇവൻ ശരിയല്ല, അവൻ മൈൽ അവിടെ പറഞ്ഞു ഇവിടെ ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അതൊക്കെ നിങ്ങളങ്ങ് എഡിറ്റ് ചെയ്ത് കേട്ടോണേ. അപ്പം ഈ യാത്ര ഇങ്ങനെ ചെയ്യുമ്പോഴേ തലമുറകളായി മാറും. അല്ലാതെ ഈ യാത്ര ചെയ്യാൻ പോയവരാരും വടക്കൊറ്റ അറ്റത്തെത്തത്തില്ല. ഒരു 10-25 തലമുറയല്ല, 10-50-100 തലമുറ കൊണ്ടാണ് നമ്മൾ അങ്ങ് എത്തുന്നത്. അപ്പം നമ്മളാണോ പോയതെന്നൊക്കെ ചോദിച്ചാൽ തുടങ്ങിയവരാരും അങ്ങ് എത്താറില്ല, എങ്ങും എത്താറില്ല. ഇപ്പോഴാണ് നമ്മൾ പോയിട്ട് ഗൾഫിൽ പോയിട്ട് തിരിച്ചു വരുന്നത്. അതൊക്കെ നമ്മൾ ഈ പ്ലെയിനും ട്രെയിനും ഒക്കെ കണ്ടുപിടിക്കുന്നതുകൊണ്ട് മാത്രമുള്ളതാണ്. അല്ലെങ്കിൽ പണ്ടെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയ അങ്ങോട്ട് വരത്തില്ല, അവിടെ വെച്ച് തീരും. അപ്പം ഇതുപോലൊന്നും അറിയണം. അപ്പം ഇങ്ങനെ പോകുമ്പം ഈ സൂര്യപ്രകാശത്തിനകത്ത് തടയാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന കറുപ്പ് നിറം തടസ്സം പിടിക്കാനായിട്ട് നിന്നിരുന്നത് ഇതിനകത്ത് കുറച്ച് ബാക്കി എടുത്തിട്ടാണ് നമ്മൾ വൈറ്റമിൻ ഡി ഉണ്ടാക്കി. പക്ഷെ വടക്കോട്ടോ തെക്കോട്ടോ പോയി കഴിഞ്ഞാൽ, ഇവിടുത്തെ നമ്മുടെ കാര്യത്തിലാണെങ്കിൽ വടക്കോട്ട് തന്നെയാണ് നമ്മളെല്ലാവരും പോയത്. അങ്ങോട്ട് പോകുമ്പം സൂര്യപ്രകാശത്തിന് ചരിഞ്ഞു വരുന്ന കാരണം കൊണ്ട് ഈ പറയുന്ന നമ്മളെ ഉപദ്രവിക്കുന്ന വയലറ്റ് രശ്മികൾ, ഇൻഫ്രാഡ്, ഇതൊന്നും വരുത്തില്ല. അതിന് വീതി നീളം കൂടിയതല്ല, ചരിഞ്ഞു വരുന്നതാണ്. അപ്പം അത് അപ്രത്യക്ഷമാകും. മാത്രമല്ല മറ്റേ പ്രകാശം വളരെ നീണ്ട് നമുക്ക് കിട്ടുന്നത് കുറയും. അപ്പം നല്ലോണം കറുത്തിരിക്കുവാണെങ്കിൽ ആരോഗ്യമില്ലാതായി. അങ്ങനെ കുറേശ്ശെ ആരോഗ്യം കുറയും. കൂട്ടത്തിൽ കറക്കാത്ത ആളിനായിരിക്കും കുറച്ച് കിട്ടുന്നത്. അയാൾക്ക് മാത്രമായിരിക്കും, അല്ലെങ്കിൽ അവർ ആണായാലും പെണ്ണായാലും അവർക്ക് മാത്രം മക്കളുണ്ടാകത്തുള്ളൂ. മറ്റുള്ളവർ നേരത്തെ ചത്തുപോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു 1000 വർഷം അല്ലെങ്കിൽ ഒരു 10-20 തലമുറ, ഞാൻ 20 വർഷമാണ് നമ്മളൊരു തലമുറയിൽ പറയുന്നത്. അപ്പോൾ ഒരു 50 തലമുറ കഴിയുമ്പോഴത്തേന് കൂട്ടത്തിൽ വെളുത്തവരുടെ പിള്ളേർ മാത്രമേ നാട്ടിൽ കാണത്തുള്ളൂ. അങ്ങനെ വടക്കേ അറ്റത്തെത്തിയപ്പോഴത്തേന് നല്ല പരമ വെളുപ്പായി. അങ്ങനെയാണ് ഈ വടക്കുള്ള അവരെയൊക്കെ നമ്മൾ ഈ സായിപ്പ് എന്ന് വിളിക്കുന്ന വിദ്വാന്മാർ വെളുത്തു പോയത് ഇങ്ങനെയാണ്. ഒരു 5000 വർഷം മുമ്പ് വരെ അവിടെ മുഴുവൻ കറുത്തവരേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ചത്തുമാറി കൂട്ടത്തിൽ വെളുത്തവരുടെ മക്കളുണ്ടായാണ് നമ്മൾ ഇപ്പം ഈ കാണുന്ന വെളുത്ത ആൾക്കാരെല്ലാം ഉള്ളത്. ഈ വെളുത്ത ആൾക്കാർ ഇങ്ങനെ കയറി അങ്ങ് സൈബീരിയ എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ ആർട്ടിക് എന്ന് നമ്മൾ വിളിക്കുന്ന ആ സ്ഥലത്ത് എത്തിച്ചേർന്നപ്പം അവിടെ തെക്കുമില്ല, വടക്കുമില്ല, പടിഞ്ഞാറുമില്ല, കിഴക്കുമില്ല, വൃത്തത്തിലാണ്. എവിടെ നോക്കിയാലും ഇങ്ങനെ സൂര്യനെ അവിടെ ഒരു രക്ഷയില്ല, നമുക്കൊരു ദിക്കും കിട്ടത്തില്ല. അതിലേ ഇങ്ങനെ നടന്ന് അപ്പം നല്ല വെളുത്ത് ഇത്രയും വർഷം കൊണ്ടാണ് നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേനും വെളുത്ത്. ഈ വെളുത്തവർ പെട്ടെന്ന് വേറൊരു സ്ഥലം കണ്ടു. അവിടോട്ട് നടന്നപ്പോഴാണ് സൗത്ത് അമേരിക്ക എന്ന് പറയുന്ന, അല്ല നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന കാനഡയെന്ന് നമ്മൾ വിളിക്കുന്ന സ്ഥലത്തൂടെ താഴോട്ട്. അപ്പോൾ നല്ല വെളുത്തവരാണ് താഴോട്ട് പോയത്. പക്ഷേ വീണ്ടും ഒരു 10,000 വർഷം കൊണ്ടാണ് ഈ താഴോട്ട് നമ്മൾ ഈ പറയുന്ന സൗത്ത് അമേരിക്ക വരെ എത്തുന്നത്. അപ്പോഴത്തേന് അവർ ചുവന്നു പോയി, ബ്രൗൺ എന്നൊക്കെ പറയുന്നത്. ഇപ്പം നമ്മൾ ഈ ഇരിക്കുന്ന പാർട്ടികളൊക്കെ ഉണ്ടാകുന്ന അങ്ങനെയാണ്. ഈ വെളുത്തവർ കറക്കാൻ ശ്രമിക്കുന്നതും കുറച്ച് വെളുത്തവരും ഒക്കെ ആയിട്ടിരിക്കുന്നവരായതുകൊണ്ടാണ് ഈ തരത്തിലുള്ള നിറങ്ങളുണ്ടാകുന്നത്. പക്ഷെ വള്ളം ഉണ്ടാക്കാൻ പഠിച്ചിട്ട് ഒരു ദിവസം കയറി വരുമ്പോഴാണ്, അയ്യോ കറുത്തവരും വെളുത്തവരും വേറെയാണെന്ന് വിചാരിച്ചു. നമ്മുടെ അപ്പൂപ്പന്മാരായിരുന്നത് ഈ കറുത്തവരല്ല, വെളുത്തവരൊക്കെ നമ്മുടെ അനിയന്മാരും ചേട്ടന്മാരും ആണ്. ഇവര് വള്ളത്തെ കയറി വന്നതോടെയാണ് തല പൊട്ടിപ്പോയി എല്ലാവരും. അതുവരെ ഈ പതുക്കെ മാറുന്നതുകൊണ്ട് അറിഞ്ഞിട്ടില്ല ഈ സംഭവം. നമ്മൾ വെളുത്തുപോയെന്നും അറിഞ്ഞിട്ടില്ല,
കാരണം കറുത്തവരെ നമ്മൾ കാണുന്നില്ല, വെളുത്തവരെയും കാണുന്നില്ല. പക്ഷെ വള്ളം കണ്ടുപിടിച്ചതാണ് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര പ്രശ്നമായി. എന്ന് പറഞ്ഞാൽ ഒരു ആഴ്ച കൊണ്ടാണ് ഈ 1000 വർഷം കൊണ്ട് പോയ പോക്ക് എത്തിപ്പോയത്. അങ്ങനെയാണ് വരുന്നവർ കണ്ടിട്ട് ഇത് വേറെയാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് നമുക്ക് റേസുകളുണ്ട്, മനുഷ്യ വംശങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ച. അങ്ങനെ വെളുത്തവരായി ജനിപ്പിച്ചു. ആര് ജനിപ്പിച്ചു? അപ്പൊ അതൊക്കെ വേറെ ഒരുത്തിനെ കണ്ടുപിടിക്കണം, അതിന് വേറെ കഥയാണ്. അപ്പൊ ഇങ്ങനെ പലതരത്തിലുണ്ടായ മാറ്റത്തിന്റെ ഭാഗമായി ഉണ്ടായ വ്യത്യാസങ്ങൾ, അതിനനുസരിച്ചിട്ടുള്ള സംസ്കാരങ്ങളൊക്കെയാണ് ഉണ്ടായത്. ഇതൊന്നും ആളുകൾക്കറിയാതെ സംസ്കാരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എടുത്തുകൊണ്ടിരുന്നത് മാറി എന്നൊക്കെ പറയുന്നതിലുള്ള കാര്യം മാത്രമേ അറിയൂ. ഇവിടെ നാട്ടിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5000 കൊല്ലത്തെ കഥയാണ് ഇവന്മാർ പരമാവധി സംസ്കാരം എന്നൊക്കെ പറയുന്നത്. കണ്ണെത്തുന്ന ദൂരമാണ് ഈ 5000 വർഷം. നമ്മൾ പറയുന്നത് എത്രയാണ്? ലക്ഷക്കണക്കിനുള്ള വർഷത്തിനെ പറ്റിയാണ് പറയുന്നത്. നമുക്കിതിനൊക്കെ പറഞ്ഞാൽ ഇത് എല്ലും ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഇന്ന് കിട്ടും. അതൊക്കെ പരിശോധിച്ച് DNA ഒക്കെ അറിയാവുന്ന കാലത്താണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യ സംസ്കാരത്തിനെ പറ്റി പറയണമെങ്കിൽ 5-6 മണിക്കൂർ ഞാനിവിടെ മിണ്ടേണ്ടി വരും. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു അരികൊന്ന് പൊക്കി നോക്കി വെച്ച് പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇവർ ഈ പറയുന്ന പോലെ ഒന്നും സംസ്കാരം പറയാൻ പറ്റത്തില്ല.